ഫസ്റ്റ് അവന്യൂ കഴിഞ്ഞ് സെക്കൻഡ് അവന്യൂ ഇവിടെ ഉണ്ടാവും. അത് 10th അവന്യൂ മാത്രമേ കണ്ടുള്ളൂ. ഫെദർ ടച്ച് ബാഡ്മിൻ്റൺ ക്ലബ്ബ്. ഫെദർ ടച്ച് അവിടെ നിന്ന് കാണില്ല, മുകളിലായിരിക്കും അല്ലേ? ഓ മുകളിലാണ് കേട്ടോ. ഫെദർ ടച്ച് ബാഡ്മിൻ്റൺ ക്ലബ്ബ്. സെക്കൻഡ് അവന്യൂയിലോട്ട് കയറാം. സെക്കൻഡ് അവന്യൂ AC മെക്കാനിക്കൊക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡ് അവന്യൂവും ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ ഒരു വാഴക്കൊലയൊക്കെ രണ്ട് ഒരാൾ പഴുത്ത് കിളി കൊത്തി, ആർക്കും വേണ്ട. അവിടെ നിന്ന് ആരും ഇല്ല, ആരും വെട്ടിയും കൊണ്ടുപോകുന്നില്ല. അവിടെ നിന്ന് ആവശ്യക്കാരില്ല എന്നല്ല, മറ്റുള്ള ഒരു കാരണം. ഫോർ സെയിലാണിത്. ഈ സ്ഥലം ഫോർ സെയിലാണ്. നമ്പറുണ്ട്, നമ്പർ ദ്രവിച്ച് പോയി. ഫോർ സെയിലിൻ്റെ എടുക്കാം. ഇത്ര ഉള്ളൂ സെക്കൻഡ് അവന്യൂ. ഓ അവിടെ നല്ല മനോഹരമായ വീടുണ്ടല്ലോ. അല്ലേ, ചെങ്കല്ല് വെച്ചൊരു വീട്. അല്ല അപ്പോൾ അത്ര ഉള്ളേ. ഫുൾ ചെങ്കല്ലിൻ്റെ ടൈൽ ഒട്ടിച്ചൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ട് നല്ല ഓടൊക്കെ ഇട്ടിട്ട് മനോഹരമായിട്ടൊരു വീട്. ഗുഡ്, നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. അങ്ങടെ വീട്ടിലേക്കുള്ള അത് പോകണ്ട. അപ്പോൾ നമുക്ക് തിരിക്കാം. അപ്പോൾ സെക്കൻഡ് അവന്യൂ കഴിഞ്ഞ് തിരിച്ചു പോകാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ സ്പേസ് വിൽപ്പനയ്ക്ക് ഇട്ടേക്കണേ. ഇവിടെ സ്പേസ് പ്രത്യേക ഷേപ്പിലുള്ള സ്പേസാണ്, അങ്ങനെ ഒരു ടൈപ്പ്. അപ്പോൾ ഓക്കെ. അപ്പോൾ സെക്കൻഡ് അവന്യൂ കഴിഞ്ഞ് നമ്മൾ തേർഡ് അവന്യൂയിലേക്ക് പ്രവേശിക്കേണ്ട. ആസാദ് റോഡാണ്. ആസാദ് റോഡിൽ തേർഡ് അവന്യൂ പോയത് അത്രേ ഉള്ളൂ എന്ന് പറയാം. അവിടെ ഒരു വീടാണ്. നേരെ ചെന്ന് കയറുന്നത് വീട്ടിലോട്ടാണ്. തേർഡ് അവന്യൂ. ഓ ജീപ്പാണ്ട്. ഈ വഴി പോകണമെങ്കിൽ ജീപ്പ് തന്നെയാണ്. അപ്പോൾ പുള്ളി അറിഞ്ഞു തന്നെ ജീപ്പ് മേടിച്ചിട്ടേക്കാണ്. തേർഡ് അവന്യൂ ആയപ്പോഴേക്കും അത്ര നമ്മളിപ്പോൾ കണ്ട വീടിന് ജസ്റ്റ് സൈഡിൽ തന്നെയുള്ളതാണ്. ആ ഇത്ര ഉള്ളേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഇവിടെ ഇത്ര ഉള്ളൂ വീട്. അപ്പോൾ അതിൽ ഗേറ്റൊന്നുമില്ല അവർക്ക്. ചുമ്മാ തുറന്നിട്ടേക്ക് ഓപ്പണാണ്. ഇതൊക്കെ ഒരു വീടുണ്ട്. നേരത്തെ കാണിച്ച സ്ഥലത്തിന് രണ്ട് വഴിയുണ്ട് കേട്ടോ. പുറകിലുണ്ട് മുമ്പിലുണ്ട്. രണ്ട് പ്ലോട്ടായിട്ട് ഉപയോഗിക്കാം അവർക്ക്, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ. തേർഡ് അവന്യൂ കഴിഞ്ഞ് ഇനി ഫോർത്ത് അവന്യൂ. നഗരത്തിൻ്റെ ഒഴിഞ്ഞ പ്രദേശമാണ്. ഫോർത്ത് അവന്യൂ കുറേ പോകണമെന്നുണ്ട്. ഫോർത്ത് അവന്യൂ ഇത്രേ ഉള്ളൂ കേട്ടോ. ആ കാണുന്നേ ഉള്ളൂ. അവിടെ ഗേറ്റാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഫോർത്ത് അവന്യൂ ഇത്രേ ഉള്ളൂ. ഫിഫ്ത്ത് അവന്യൂ പഴയ ബിൽഡിങ്ങാണ്. EB എൻക്ലേവ്. ആണ് ഫിഫ്ത്ത് അവന്യൂ അല്ലേ. ഇതും ആ കാണുന്ന അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങോട്ടില്ല. അവിടെ വരുമ്പോട്ടോ ചെറിയൊരു ഏരിയ. ഓക്കെ, നമുക്ക് തിരിക്കാം. ഓ അപ്പോൾ തുടങ്ങിയല്ല. നല്ല കാടാണ്. ഒരു അനക്കാൻ കാണ്ടാത്ത പ്രശ്നം. അപ്പോൾ ഫിഫ്ത്ത് അവന്യൂ കഴിഞ്ഞ് നമ്മൾ ഒറ്റ ഇവിടെ ഫിഫ്ത്ത് അവന്യൂ ഉണ്ട്. അതിനെ ഇരിക്കും മറ്റവരെ. ഞാൻ അവന് ഇവിടെ വന്നിട്ട് പഠിക്കും.
ഇത്ര ഉള്ളൊന്നോ നോക്കാം, പോയി നോക്കാം. സിക്സ്ത് അവന്യൂ ആസാദ് റോഡിലെ ഒരു പ്രത്യേക ഇത്ര ഉള്ളൂ നോണേ. ഇത്ര ഉള്ളൂ. ബാക്കി ആ വീട്ടിലേക്കാണ്. ഇവിടെ ഒരു സോഡ കമ്പനി ഉണ്ട്. സോഡ കമ്പനിയൊക്കെ ഉണ്ട് ഭാഗത്ത്. വീട്ടിലേക്ക് ഒരു സോഡ കമ്പനി ഈ ഭാഗത്ത് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക. പുതിയ മെഷീനാണ് കേട്ടോ. പുതിയ മെഷീനെ വെച്ച് സോഡ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സിക്സ്ത് അവന്യൂ കഴിഞ്ഞ് ഇതൊക്കെ ചെറിയ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അന്നേരം കണ്ട അതൊരു പഴയ വീടാണ്. വീടെന്ന് പറയുമ്പോൾ ഒരു പഴയൊരു കിട്ടാം. അപ്പോൾ സെവൻത് അവന്യൂവിലേക്ക് പ്രവേശിച്ച് നോക്കാം നമുക്ക്. എന്തൊരു ദൂരം അറിയില്ല. ഇതൊക്കെ 90s വീടുകളുണ്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് 90s. ഇവിടെ നിന്ന് ആരും ഇല്ല. ഇവിടെയൊക്കെ വിദേശത്തായിരിക്കും ചിലപ്പോൾ മക്കളുടെ ഒപ്പമൊക്കെ. ഇത് സെവൻത് അവന്യൂ എവിടം വരെ ഉണ്ടെന്ന് അറിയില്ല. കാണാൻ ഈ തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇത്ര ഉള്ളൂന്നോ. അവരെ മുറ്റുള്ളൂ തീർന്നു. അവരെ വീട്ടിലേക്ക് പോകുന്ന വരിക. അപ്പോൾ ഇതൊക്കെയാണ് സെവൻത് അവന്യൂ സിക്സ്ത് അവന്യൂവിൻ്റെ ഒക്കെ. ഇവിടെ ഒരു പഴയ വീടുണ്ട്, എറണാകുളത്താണ് കേട്ടോ. കേൾക്കാല്ലേ, സന്തോഷം. ഇല്ലെന്നോ അല്ല, പഴയ വീടുണ്ട്. അപ്പം പഴയ വീട് ഈ ഭാഗത്തുണ്ട്. പഴയ ആൾക്കാർ എത്രയോ വർഷം മുമ്പ്, അതൊരു 70s വീടായിരുന്നു. 70, അതായത് എന്താ വിൻറ്റേജ് ഹോം. അതൊക്കെ വിൻറ്റേജ് ഹോമായിരുന്നു. അപ്പം ഇനിയുള്ളത് എല്ലാ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ വന്ന വഴികളൊക്കെ തന്നെയാണ്. ഇതൊക്കെ എത്ര തന്നെയുള്ളൂ ആ കാണുന്നത്. 8th അവന്യൂ വളരെ ജസ്റ്റ് ഒന്ന് പോയി നിൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാ. ഓക്കെ, അപ്പം ഇനി ഇവിടെ നമുക്ക് പോവാം. ഒരു വിൻറ്റേജ് ഹോം മാത്രം. കുറച്ച് ഉണ്ട്. ഇല്ല, അവിടെ മഴ 9th അവന്യൂ. കുറച്ച് ദൂരമുണ്ട്. ആ വഴി ഒരു വഴിയുണ്ട്. ഇത് അവിടെ നിന്ന് ഇവിടെ പോയിട്ട് വരാം. ഒരു വലിയ സൈക്കിളൊക്കെ ഇടാം. ഉള്ളൂ. വടത്തറ പഴയൊരു വീടാണ്. ഒലിവ് ടവർ, ഇങ്ങനത്തെ കുറേ വീടുകൾ ഇവിടെ ഉണ്ട്. ഈ ടവറുകൾ. ഒലിവ് ടവർ നമ്മളങ്ങനെ പോയെന്നറിയില്ല. ഞാനും പോകാലോ. തൊടുക്കുണി അവിടെ ഒരു മെയിൻ റോഡിലോട്ട് നമ്മൾ ചെന്നിട്ടുണ്ട്. ഇതൊക്കെ 90s വീടുകളുണ്ട്. വിൻറ്റേജ് ഹോമുകളാണ്. വിൻറ്റേജ് ഹോം മിക്കവാറും വിൻറ്റേജ് ഹോമുകളാണ് ഈ ഭാഗത്ത്. ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. വിൽപ്പനയ്ക്കൊന്നുമല്ല, ആരുടെ സ്ഥലമാണ്. ഫോർ സെയിലിന് എഴുതിയിട്ടുണ്ട്. എത്ര സെൻറ്റ് ഒക്കെ വിൽക്കാട്ടിരിക്കാൻ കേട്ടോ സ്ഥലങ്ങളൊക്കെ. എത്ര സെൻറ്റ് നമ്മൾ സ്ഥല വിൽപ്പനക്കാരനൊന്നുമല്ല, ബ്രോക്കറൊന്നുമല്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോഴേ അവിടെയൊക്കെ ഇനി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും. അപ്പോൾ പി എസ് റോഡിൽ നമ്മൾ കയറിയിട്ട് തിരിച്ച് അതിൽ തന്നെ ഇറങ്ങി. ഓക്കെ, ചെറുപള്ളി റോഡ് ചെറുപള്ളി റോഡ്
ജനനി ചെറുപള്ളി റോഡ് കേട്ടോ. ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. തിക്കായിട്ട് മരങ്ങൾ തണലായിട്ടേക്കണം. ഇത് നമ്മൾ കയറിയതാണ് 2 സിംഹങ്ങളുടെ വഴി. ഓക്കെ, നഗരത്തിൽ തന്നെ ഇതൊക്കെ ഓർഗാനിക് ഫുഡാണ് കേട്ടോ. ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് അവർ. കണ്ടിട്ടാണ് തോന്നണം. ഉണ്ട് അവർ ഇവിടെ പഴമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിക്ക് പോലെ, പിന്നെ എല്ലാം അങ്ങനെ ചട്ടിയിൽ തക്കാളി ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തുള്ള ആൾക്കാർ വന്ന് വാങ്ങേണ്ടത് തോന്നുന്നു. തൈകളും വിതരണം ചെയ്യുന്ന സ്ഥലമെന്ന് തോന്നുന്നു. ഓർഗാനിക്കുണ്ട്, ഫുഡ് ഇതായിട്ടും കൊടുക്കും, തൈകൾ വിതരണമുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവർക്ക്. എന്നാൽ അത്രയുമില്ല. അപ്പോൾ സിറ്റിയിലെ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ. അവിടെ കരിക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓപ്പൺ ആവണുള്ളൂ. സെയിലിനിട്ടിരിക്കുന്നോ? സെയിലാണല്ലേ? ഓർഗാനിക്കാണ്. മഴപ്പിണ്ടി അടക്കമുണ്ട് കേട്ടോ. അത് ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ.